എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അറിവിനെ സ്നേഹിക്കുന്ന, അറിവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സ്പേസിനെ കുറിച്ചാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രപഞ്ചം നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ്. ഗാലക്സികൾക്കിടയിലും അവയ്ക്കുള്ളിലെ നക്ഷത്രങ്ങൾക്കിടയിലും ഉള്ള ദൂരം അനന്തമായി വലുതാണ്. പ്രപഞ്ചത്തിൽ അധികവും വിശാലവും ശൂന്യവുമായ സ്പേസാണ്. എന്നാൽ ഈ സ്ഥലം ശരിക്കും ശൂന്യമാണെന്ന് നമുക്കൊരിക്കലും പറയാനാവില്ല. ശൂന്യാകാശം എന്നാണ് പേരെങ്കിലും ഇത് പൂർണ്ണമായി ശൂന്യമല്ലതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ സ്ഥലം പൂർണ്ണമായും ദ്രവ്യവും ഊർജവും ഉണ്ട്. ഈ പ്രദേശത്തെ ദ്രവ്യത്തിൻ്റെ സാന്ദ്രത വളരെ കുറവാണെങ്കിലും ഇത് ഒരു തികഞ്ഞ ശൂന്യതയല്ല. പകരം പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞതും സമൃദ്ധവുമായ മൂലകങ്ങളായ ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും വളരെ കുറഞ്ഞ സാന്ദ്രതയുള്ള പ്ലാസ്മ ഇതിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഈ പ്രദേശം ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും പോലെയുള്ള ചാർജുള്ള കണങ്ങളുടെ ചലനത്താൽ സൃഷ്ടിക്കപ്പെടുന്ന വൈദ്യുത കാന്തിക മണ്ഡലങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. സൂര്യനും മറ്റ് നക്ഷത്രങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഉയർന്ന ഊർജ കണികകളായ ന്യൂട്രിനോകളും ഈ പ്രദേശത്ത് ഉണ്ട്. ഈ പ്രദേശത്തെ പ്ലാസ്മയുടെ സാന്ദ്രത അവിശ്വസനീയമായ വിധം കുറവാണ്. ഒരു ക്യൂബിക് മീറ്ററിന് ഒരു ഹൈഡ്രജൻ ആറ്റം മാത്രമേയുള്ളൂ. ഭൂമിയിൽ നാം ശ്വസിക്കുന്ന വായുവിൻ്റെ സാന്ദ്രത ഇതിനേക്കാളും വളരെ മടങ്ങ് കൂടുതലാണ്. ഈ കുറഞ്ഞ സാന്ദ്രത ഉണ്ടായിരുന്നിട്ടും ഈ പ്രദേശം നിശ്ചലമല്ല. പ്ലാസ്മ നിരന്തരം ചലിക്കുകയും വൈദ്യുത കാന്തിക മണ്ഡലങ്ങളുമായി ഇടപഴകുകയും ചെയ്യുന്നു. ഈ പ്ലാസ്മയുടെ ഏറ്റവും സാന്ദ്രമായ പ്രദേശങ്ങളിൽ നക്ഷത്രങ്ങളും ഗാലക്സികളും രൂപം കൊള്ളുന്നു. ഇവിടെയാണ് പ്രപഞ്ചം നിരന്തരം വികസിക്കുകയും മാറുകയും ചെയ്യുന്നത്. നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും രൂപീകരണം ഒരു സങ്കീർണ പ്രക്രിയയാണ്. അതിൽ പ്ലാസ്മയുടെ ഇടതൂർന്ന പ്രദേശങ്ങൾ അവയുടെ ഗുരുത്വാകർഷണത്തിന് കീഴിൽ ഒത്തുചേരുന്നു. പ്ലാസ്മ കൂടിച്ചേരുമ്പോൾ അത് വേഗത്തിൽ കറങ്ങാൻ തുടങ്ങുന്നു. ഇത് ഒരു ഡിസ്ക് ആകൃതിയിലേക്ക് പരിണമിക്കുന്നു. ഈ ഡിസ്കിൻ്റെ മധ്യഭാഗത്ത് ഒരു നക്ഷത്രം രൂപം കൊള്ളുന്നു. ഡിസ്കിലെ ശേഷിക്കുന്ന വസ്തുക്കൾ തണുത്ത് ഘനീഭവിച്ച് ഗ്രഹങ്ങൾ രൂപപ്പെടുന്നു. ഈ പ്രക്രിയ പ്രപഞ്ചത്തിൽ ഉടനീളം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇത് നാം കാണുന്ന നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും ഒരു വലിയ നിരകൾക്ക് കാരണമാകുന്നുണ്ട്.